ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കല കാണാനുള്ള കലഹം കൊലയിൽ കലാശിച്ചപ്പോൾ കലഹിച്ചവർക്ക് എന്ത് കുന്തം കിട്ടിയെന്നത് ഒരു ചോദ്യം. അല്പസമയത്തെ ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. നിസ്സാരമായ കാര്യങ്ങൾക്കായി മസിൽ പവർ കാണിക്കുന്നവർക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലും അധികൃതർക്കാവുന്നില്ല എന്നതാണ് കോഴിക്കോട് RP മാളിൽ നടന്ന സംഭവം. പ്രധാന വാർത്തകളിലേക്ക്. RP മാൾ മൾട്ടിപ്ലക്സ് കൊലപാതകം. കസ്റ്റഡിയിലുള്ള പ്രതികൾ അറസ്റ്റിൽ. കൂട്ടുപ്രതികളെ തിരയുന്നു. കേരള ഗാന്ധി K കേളപ്പന്റെ 43ാമത് ചരമവാർഷികം. ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ. പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ അനുമതി നൽകാത്ത കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് നാസോ നേതൃത്വത്തിൽ മാർച്ച്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് RP മാളിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മരണം സംബന്ധിച്ച് കസ്റ്റഡിയിലെടുത്ത 2 പേരുടെ അറസ്റ്റ് നടക്കാവ് പോലീസ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. സെക്യൂരിറ്റി ഹെഡ് സത്യപ്രകാശാണ് മർദ്ദനമേറ്റ് മരിച്ചത്. സംഘത്തിലുള്ള മറ്റ് പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. കോഴിക്കോട് RP മാളിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ സത്യപ്രകാശ് മർദ്ദനമേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ കസ്റ്റഡിയിലായ 2 യുവാക്കളുടെ അറസ്റ്റ് നടക്കാവ് പോലീസ് രേഖപ്പെടുത്തി. പുതിയങ്ങാടി കോയറോഡ് പുത്തൻപുര വീട്ടിൽ സർജാസ്, ഒളവണ്ണ തിരുത്തിപ്പറമ്പ് സന്മനശ്രീയിൽ CP അജ്മൽ എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നടക്കാവ് CIയുടെ നേതൃത്വത്തിൽ കേസന്വേഷണം പുരോഗമിക്കുകയാണ്. 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയെന്ന പരാതിയുള്ളതിനാൽ സംഘത്തിലെ മറ്റ് 3 പേർക്ക് വേണ്ടിയും തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ എത്തി ടിക്കറ്റ് റിസർവ് ചെയ്ത അജ്മലിനെ ഉച്ചയ്ക്ക് 12:45 പ്രദർശനത്തിനാണ് ടിക്കറ്റ് നൽകിയത്. എന്നാൽ അജ്മൽ ഉച്ചയ്ക്ക് ശേഷം എത്തി 3:15 ഷോ കാണാൻ സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടതായാണ് മൾട്ടിപ്ലക്സ് അധികൃതർ പറയുന്നത്. റിസർവ് ചെയ്ത ഷോയുടെ സമയം 12:15 എന്നായിരുന്നു ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇത് പരിശോധിക്കാതെ ഷോ കഴിഞ്ഞ ശേഷം എത്തി 3 പ്രദർശനത്തിനാണ് റിസർവേഷൻ ചോദിച്ചിരുന്നത് എന്ന് പറഞ്ഞ് പ്രവേശനം ആവശ്യപ്പെട്ടപ്പോൾ കൗണ്ടറിലെ ജീവനക്കാർ സമ്മതിക്കാതിരിക്കുകയായിരുന്നു. ടിക്കറ്റിന് നൽകിയ തുക മടക്കി നൽകാനും തയ്യാറായില്ല. ഇതോടെയാണ് സർജാസും അജ്മലും ആദ്യം ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. പിടിച്ചുമാറ്റാനെത്തിയ സെക്യൂരിറ്റി ഹെഡ് സത്യപ്രകാശിനെ മുഖത്തിടിച്ച് നിലത്തിട്ട ശേഷം ചവിട്ടുകയായിരുന്നു. കൂടുതൽ ജീവനക്കാർ രംഗത്തിറങ്ങി സർജാസിനെയും അജ്മലിനെയും കീഴ്പ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോലീസിനെ വിളിക്കുകയായിരുന്നു. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട് നിലവിളിച്ച സത്യപ്രകാശിനെ മറ്റു ജീവനക്കാർ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൾട്ടിപ്ലക്സിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ ചൊവ്വാഴ്ച രാവിലെ RP മാളിലെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ചതിനെതിരെ സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ടേഴ്സ് യൂണിയൻ CIT ധർണ നടത്തി. RP മാളിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. RP മാളിലെ സ്ഥാപനങ്ങൾ തുറക്കുകയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ധർണ അവസാനിപ്പിച്ചത്. അജിതകുമാരിയാണ് സത്യപ്രകാശിന്റെ ഭാര്യ. ആതിര, ആദിഷ എന്നിവർ മക്കളാണ്. യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ച് ബസ് ഉടമകളുടെ സമരം. അധികൃതരുടെ അനാസ്ഥ ആരോപിച്ചാണ് ഒരു വിഭാഗം ബസ് ഉടമകൾ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് വഴി പാളയം സ്റ്റാൻഡിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കിയത്. കോഴിക്കോട് നഗരത്തിൽ ട്രാഫിക് പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് വഴി പാളയത്തേക്ക് വരുന്ന സ്വകാര്യ ലൈൻ ബസ്സുകളാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. പാളയം സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ അരയടുത്ത പാലത്ത് നിന്ന് മിനി ബൈപ്പാസിലേക്ക് തിരിഞ്ഞ് ജയിൽ റോഡ് വഴി പൂന്താനം ജംഗ്ഷനിലെത്തി സ്റ്റേഡിയം, പാവമണി റോഡ്, മുതലക്കുളം ചുറ്റി പാളയം ബസ് സ്റ്റാൻഡിൽ എത്തണമെന്ന നിബന്ധനയ്ക്കെതിരെയാണ് സമരം. മാവൂർ, മുക്കം, അരീക്കോട്, കൊടുവള്ളി, താമരശ്ശേരി റൂട്ടുകളിൽ നിന്നും വരുന്ന ബസ്സുകളാണ് സമരത്തിലുണ്ടായിരുന്നത്. പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC സർവീസ് നടത്തി. ഉൾനാടൻ മേഖലകളിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ ടാക്സികളും മറ്റ് സമാന്തര സർവീസുകളും നടത്തി.
സമരം അടിയന്തരമായി ഒത്തുതീർന്നിട്ടില്ലെങ്കിൽ യാത്രാ ദുരിതം രൂക്ഷമാവാനാണ് സാധ്യത. കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം അനിവാര്യമെന്ന് മേയർ A.K. പ്രേമജം. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാർത്ഥികൾക്കായുള്ള നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ. കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിലെ 40 വിദ്യാലയങ്ങളിലെ 200ഓളം വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ കായിക പരിശീലന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന നീന്തൽ പരിശീലനം മേയർ പ്രൊഫസർ A.K. പ്രേമജം ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിൽ അനിവാര്യമായ ഒരു കായിക ഇനം എന്നതുകൊണ്ടാണ് കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനത്തിന് മുൻതൂക്കം നൽകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മേയർ അഭിപ്രായപ്പെട്ടു. ഇത് അനിവാര്യമായ ഒരു പരിശീലനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ കൂടുതൽ കാണുന്നത് ആൺകുട്ടികളെയാണ്. പെൺകുട്ടികൾക്ക് ഈ കൂടുതൽ നൽകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കും നൽകേണ്ടതാണ്. അത് വളരെ ശാസ്ത്രീയമായി തന്നെ പഠിപ്പിക്കേണ്ടതും പരിശീലനം നേടേണ്ടതുമായ ഒരു കായിക മേഖലയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആദ്യ ബാച്ചിൽ നഗരത്തിലെ പുതിയാപ്പ, JDT, മോഡേൺ, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ഹൈസ്കൂൾ, ആഴ്ചവട്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ 25 വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലനത്തിന് എത്തിയത്. ചടങ്ങിൽ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ മുസാഫിർ അഹമ്മദ്, പൂളക്കൽ ശ്രീകുമാർ, K. രവീന്ദ്രൻ, K. സത്യനാഥൻ, അനിതാകൃഷ്ണൻ ഉണ്ണി, KT പത്മ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ അനുമതി നൽകാത്ത കോർപ്പറേഷൻ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നാസോ സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ അനുമതി നൽകാത്ത കോർപ്പറേഷൻ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു വരുമെന്ന് പറയുന്ന മാങ്കാവ് മാത്തോട്ടം ബൈപ്പാസ് റോഡിന്റെ വികസനത്തിന്റെ പേരിൽ പട്ടികജാതി കുടുംബത്തെ ദ്രോഹിക്കുന്ന അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിക്കാരുടെ പേരിൽ മാത്രമാണ്, പട്ടികജാതിക്കാരുടെ പേരിലേക്ക് മാത്രമാണ് കയറാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ നേരെ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് ബന്ധപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ അധികാരികളോട് പറയുന്നു, നിങ്ങൾ കുറച്ചു കാലം ഇനി 5-8 മാസം കൂടെ ഉള്ളൂ, ആ കസാരകളിൽ നിന്ന് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സമയമുള്ളൂ. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട പട്ടികജാതിക്കാരെ പൊട്ടന്മാരാക്കി ഇനിയും അധികാരത്തിൽ കയറാമെന്നുള്ള ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആ മോഹമുണ്ടെങ്കിൽ ആ മോഹം ഇപ്പോഴേ ഇറക്കി വെച്ചുള്ള കോഴിക്കോട് ജില്ലയിലെ ആൺകുട്ടികൾ പ്രവർത്തിക്കുന്ന പട്ടികജാതി സംഘടനയിലെ കോർഡിനേഷന്റെ ഭാരവാഹികളാണ് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളോട് ഞങ്ങൾ പറയുന്നു. ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ അധ്യക്ഷനായിരുന്നു. കൃഷ്ണൻകുട്ടി കുണ്ടോട്ടി, ചന്ദ്രിക അജേഷ്, ശോഭ കാക്കൂർ, സദാനന്ദൻ എടച്ചേരി, KK വേലായുധൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധിജിയുടെ ചിന്തയും പ്രവർത്തനങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളായിരുന്നു K. കേളപ്പനെന്ന് പ്രൊഫസർ OJ ചിന്നമ്മ. കേളപ്പജിയുടെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. കേരള ഗാന്ധി K. കേളപ്പന്റെ 43ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുട്ടി റോഡിലുള്ള ഗാന്ധിഗൃഹത്തിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ OJ ചിന്നമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധിയൻ ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പുതുതലമുറ അതിന് പിന്തുണ നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇപ്പോഴും നമുക്കറിയാം, ചില കോളേജുകളിൽ ഒരു ഹിന്ദുവിന്റെ മക്കൾ മാത്രം, ക്രിസ്ത്യാനിയുടെ മക്കൾ മാത്രം, മുസൽമാന്റെ മക്കൾ മാത്രം ഒക്കെയുള്ള വിദ്യാലയങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വർഷങ്ങൾക്ക് മുൻപ് കേളപ്പജി ഹരിജൻ വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്രയം ഇങ്ങനെ കണ്ടവന്റെ അടികൊണ്ട് ചാവണ്ട, എന്റെ കേരളത്തിലെ മക്കളെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആക്കനാപുരത്ത് നല്ല അമ്പലക്കുടുംബത്തിന്റെ പേര് മാറ്റി അവിടെ ശ്രദ്ധാനന്ദ വിദ്യാലയം സ്ഥാപിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണൻ മൂസ് അധ്യക്ഷം വഹിച്ചു. T. ബാലകൃഷ്ണൻ, U. രാധാകൃഷ്ണൻ, TK അസീസ് എന്നിവർ സംസാരിച്ചു. രാവിലെ നടക്കാവിലെ കോർപ്പറേഷൻ പാർക്കിൽ കേളപ്പജി പ്രതിമയിൽ ഗാന്ധിയൻ പ്രവർത്തകരുടെ മാല്യാർപ്പണവും പുഷ്പാർച്ചനയും നടന്നു. നാടിന്റെ അഭിമാന താരം PU റോബിന് ജന്മനാടിന്റെ ആവേശം നിറഞ്ഞ വരവേൽപ്പ്. നാടിന്റെ പ്രിയ താരത്തെ സ്വീകരിക്കാൻ വഴിനീളെ ഫ്ലക്സുകളും ബാനറുകളും ഒരുക്കിയിരുന്നു. മലയോര മേഖലയിലെ കൊച്ചു ഗ്രാമമായ പുതുപ്പാടിയെ ദേശീയ തലത്തിൽ പ്രശസ്തമാക്കിയതിന്റെ ആവേശത്തിലായിരുന്നു നാട്ടുകാർ. അടുത്ത ഒളിമ്പിക്സിൽ മെഡൽ നേടുകയെന്നതാണ് തന്റെ സ്വപ്നമെന്ന് ജന്മനാട്ടിലെത്തിയ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് PU റോബിൻ പറഞ്ഞു.
ഹൈദരാബാദിൽ റോവിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പരിശീലനം തുടരുമെന്നും PU റോബിൻ വ്യക്തമാക്കി. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ഇസ്മായിൽ ബേഗിന്റെ കീഴിലാണ് ഇപ്പോൾ പരിശീലനം. 2013 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവായ PU റോബിന് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ഹൈദരാബാദ് MEGയിൽ നായക് സുബേദറായി പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ്. കുപ്പായക്കോട്, മുട്ടിൽപ്പാറ, പനച്ചിത്താനത്ത് ഉലഹന്നാനും അമ്മ ആലീസും സഹോദരൻ നെൽവിനും നാട്ടുകാരും ഏറെ അഭിമാനത്തോടെയാണ് കഴിഞ്ഞ ദിവസം മെഡൽ ജേതാവിനെ എതിരേറ്റത്. PU റോബിനെ ആർമിയിലേക്ക് കൊണ്ടുവന്നതും തൊഴിൽ താരമാക്കുന്നതിന് തുടക്കക്കാരനുമായ ആർമിയിലെ പുതിയടത്ത് ടിറ്റോയും ഹൈസ്കൂൾ പഠനകാലത്തെ കായികാധ്യാപകനായ ഗണപതി പ്ലാക്കൽ ജോസ് ജോസഫും സ്വീകരണം കാണാനെത്തിയിരുന്നു. 40 ദിവസത്തെ അവധിക്ക് ശേഷം PU റോബിൻ പരിശീലനത്തിനായി ഹൈദരാബാദിലേക്ക് മടങ്ങും. പെരുവണ്ണാമൂഴി ഡാം തൊഴിൽ പരിശീലനത്തിന് പറ്റിയ തടാകമാണെന്നും റോബിൻ അഭിപ്രായപ്പെട്ടു. റോബിന്റെ ജന്മനാടായ പുതുപ്പാടി പഞ്ചായത്തിലെ കുപ്പായക്കോട് ഗ്രാമത്തിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സ്വീകരണവും നൽകിയത്. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വിജയോത്സവം പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകർക്കായി നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ SSLC+2 വിജയശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് വിജയോത്സവം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെ ഹൈസ്കൂൾ പ്രധാന അധ്യാപകർക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ഉദ്ഘാടനം ചെയ്തു. 8ാം തരത്തിലുള്ള കുട്ടികളുടെ എങ്കിലും കായിക പരിശോധന നടത്തുമ്പോൾ വളരെ ചിട്ടയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ 5 ടെസ്റ്റ് നടത്തിയിട്ടാണ് ഫിറ്റാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ സ്കൂളിൽ എത്ര ക്ലാസ്സുകളിൽ എത്ര കുട്ടികളുടെ പരിശോധന ശാസ്ത്രീയമായി നടത്തുന്നു. നിങ്ങൾ DPIക്ക് കൊടുക്കുന്ന കണക്ക് എത്ര ശാസ്ത്രീയമായിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ശാസ്ത്രീയ ആയിരിക്കട്ടെ, എന്നല്ലേ കുട്ടി ഫിറ്റാണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റൂ. ജില്ലാ പഞ്ചായത്ത് പറഞ്ഞിരുന്ന 8ാം തരത്തിലെങ്കിലും എന്നാണ്. എത്ര സ്കൂളുകൾക്ക് അത്ര കൃത്യമായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം KK ശിവദാസൻ അധ്യക്ഷനായിരുന്നു. തുടർന്ന് അധ്യാപകർക്കായി ക്ലാസും നടന്നു. സ്കൂൾ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഡോക്ടർ PK ബാലകൃഷ്ണൻ, വിജയോത്സവം പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ CK വാസു, ക്ലാസ് സഭ, കൗമാരസഭ എന്നീ വിഷയങ്ങളിൽ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത്. റോഡ് സുരക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ നാറ്റ്പാക്കിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്യാമ്പ് ആരംഭിച്ചു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാറ്റ്പാക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ A നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാറ്റ്പാക്കിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മേഖലാതല ബോധവൽക്കരണ ക്യാമ്പിന് തുടക്കം. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നാറ്റ്പാക്ക് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ A നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ KT ദേവസ്യ അധ്യക്ഷം വഹിച്ചു. നാറ്റ്പാക്ക് കൺസൾട്ടന്റ് ശശികുമാർ, നാറ്റ്പാക്ക് ട്രാഫിക് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ G രവികുമാർ, C ജനാർദ്ദനൻ, CK വിനോദൻ, PX മാത്യു എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ വിൻസെന്റ് അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ ഞാൻ കോഴിക്കോട് ജനുവരി മാസത്തിൽ 2008 ജനുവരിയിൽ വരുമ്പോൾ ആ മാനാഞ്ചിറ മൈതാനത്ത് അവിടെ വെച്ചിരിക്കുന്ന ആ ബോർഡിൽ 518 പേര് ആ വർഷം വാഹനാപകടത്തിൽ നഗരത്തിൽ മാത്രം മരിച്ചു എന്ന് ഞാൻ കണ്ടു.
പക്ഷെ പിന്നീട് ഇവിടെ വന്ന പോലീസ് കമ്മീഷണർമാരും അവരൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടെ ചെയ്തതുകൊണ്ട് പിറ്റേ വർഷം 2009 ജനുവരി ആയിരുന്നപ്പോൾ അത് 128 എന്ന് കുറഞ്ഞു. അതായത് 400 പേർ കുറവ് മരിച്ചു എന്നുള്ള ആ ബോർഡ് എനിക്ക് കാണാൻ സാധിച്ചു. അതായത് വളരെ കാലത്തെ അതിജീവിക്കുക കവിതയുള്ള ഗാനങ്ങളാകുമെന്ന് MT വാസുദേവൻ നായർ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി PK അബ്ദുറബ്ബ് പുസ്തകം സ്വീകരിച്ചു. സംവിധായകൻ ഹരിഹരൻ പുസ്തകം പരിചയപ്പെടുത്തി. P. ഭാസ്കരന്റെയും വയലാറിന്റെയും ഗാനങ്ങൾ ഇപ്പോഴും കാലാവർത്തിയായി നിലനിൽക്കുന്നത് അവർ കവികളായിരുന്നതുകൊണ്ടാണെന്ന് MT വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെയാണ് മങ്കൊമ്പിന്റെ ഗാനങ്ങൾ ഇന്നും ആസ്വാദകരുടെ മനസ്സിൽ തങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച ഇളമഞ്ഞിൻ കുളിരുമായി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി PK അബ്ദുറബ്ബ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ന്യൂസ് വൺ മൊബൈൽ ആപ്ലിക്കേഷനിലും പുസ്തകം പ്രകാശനം ചെയ്തു. ഇവിടെ പലരും ഉദ്ധരിച്ചതുപോലെ ഈ ഗാനങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളുടെ തലമുറകളുടെ ജനപ്രീതി നേടിയതാണ്. ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കവിതയുള്ള ഒരാൾക്ക് നല്ല പാട്ട് എഴുതാൻ പറ്റും, അത് ഉറപ്പാണ്. എന്തുകൊണ്ട് ഭാസ്കരൻ മാഷും വയലാറും ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ ഹരിഹരൻ പുസ്തകം പരിചയപ്പെടുത്തി. VM കുട്ടി, നവാസ് പൊന്നൂർ, CP രാജശേഖരൻ, PV ഗംഗാധരൻ, PJ ജോഷ, ഡോക്ടർ KV തോമസ്, ലിബി അക്ബർ, ഭൂപേഷ് ബാബു, ആനന്ദ് ചാർലി, രവി പുന്നത്ത്, നൌഷാദ് അരീക്കോട് എന്നിവർ സംസാരിച്ചു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പ്രകാശനത്തോടനുബന്ധിച്ച് ജയരാജ് വാര്യർ അവതരിപ്പിച്ച കാരിക്കച്ചർ ഷോയും മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനങ്ങൾ കോർത്തിണക്കി കോഴിക്കോട് യെസ് ബാൻഡ് അവതരിപ്പിച്ച സംഗീത സന്ധ്യയും നടന്നു. നിഷാദ്, കൃഷ്ണചന്ദ്രൻ, പ്രീത, പ്രദീപ് പള്ളുരുത്തി, സുധാ രഞ്ജിത്ത്, സുനിൽകുമാർ, കീർത്തന, ഇന്ദുലേഖ വാര്യർ, മണ്ണൂർ പ്രകാശ്, വേണുജി മുളവുകാട് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. യെസ് ബാൻഡിന്റെ നേതൃത്വത്തിൽ ഷിജി ഫൈസൽ എന്നിവർ കീബോർഡിലും, നിഖിൽ റാം ഫ്ലൂട്ടിലും, ജോയ് വിൻസെന്റ്, നിതിൻ ഹബീബ് എന്നിവർ ഗിറ്റാറിലും, ജയരാജ് റിതം പാഡിലും, ഷിജിൽ ഡ്രംസിലും, രാജേഷ്, ലാലു എന്നിവർ തബലയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. കോഴിക്കോട് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ വിദ്യാർത്ഥികൾക്കായി സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനത്തിന് തുടക്കമായി. ആദ്യ ബാച്ചിൽ 200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ വിദ്യാർത്ഥികൾക്കായി സ്കിൽഡ് ഡെവലപ്മെന്റ് പരിശീലനം ആരംഭിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 200ഓളം വിദ്യാർത്ഥികളാണ് ആദ്യ സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനത്തിനായി എത്തിയത്. വിദ്യാർത്ഥികളിൽ കാര്യക്ഷമമായ പ്രവർത്തനം കൈവരിക്കാൻ ഇത്തരത്തിലുള്ള പരിശീലനം അത്യാവശ്യമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മേയർ പ്രൊഫസർ AK പ്രേമചന്ദ്രൻ പറഞ്ഞു. ജൂബിലി ഹാളിൽ ക്യാൻവാസിൽ ഫാബ്രിക് പെയിന്റിംഗ് നടത്തിക്കൊണ്ടാണ് മേയർ ഉദ്ഘാടനം നിർവഹിച്ചത്. ജനകീയാസൂത്രണ പദ്ധതികളുടെ ഭാഗമായി നിരവധി പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉയർത്താൻ ആവശ്യമായ രീതിയിൽ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്കായി 46 പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ, നീന്തൽ, തൈക്കാൻഡോ തുടങ്ങിയവ കൂടാതെ ഈസി ഇംഗ്ലീഷ്, ശുഭവാർത്ത, കൗമാര കൂട്ടായ്മ, കൂടെ, അമ്മ അറിയാൻ എന്നീ പദ്ധതികൾ കോർപ്പറേഷൻ നടപ്പാക്കി വരുന്നു. ബാഡ്മിന്റൺ നിർമ്മാണം, ലോഹത്തകിടിലെ കൊത്തുപണി, ചോക്ക് നിർമ്മാണം, പാവ നിർമ്മാണം, കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ, ചന്ദനത്തിരി നിർമ്മാണം, ചുമർചിത്ര പരിശീലനം, വാഴനാര് കൊണ്ടുള്ള ഉപകരണങ്ങൾ, കുടനിർമ്മാണം, ഡിജിറ്റൽ പെയിന്റിംഗ് എന്നിവയിലാണ് 5 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലനം. സംസ്ഥാനത്തെ 20ഓളം റിസോഴ്സ് പേഴ്സൺസ്, സ്കിൽ ഡെവലപ്പേഴ്സ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കും. ചടങ്ങിൽ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ മുസാഫിർ അഹമ്മദ്, പൂളക്കൽ ശ്രീകുമാർ, K രവീന്ദ്രൻ, KT പത്മ, അനിതാ കൃഷ്ണനുണ്ണി, K സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിക്കുക വഴി ശശി തരൂർ നരേന്ദ്രമോദിയുടെ കെണിയിൽ അകപ്പെടുകയായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും മന്ത്രി രമേശ് ചെന്നിത്തലയുമായും ആലോചിച്ച ശേഷം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്നും സുധീരൻ വടകരയിൽ പറഞ്ഞു. മോദിയെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ MPയുടെ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയും മുൻ KPCC പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിയാലോചിച്ച് നടപടിയെടുക്കുമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വടകരയിൽ KK രാഘവൻ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ സുധീരൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മറ്റൊരു ഇടവേള കൂടി.
വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. Celebrate the beauty of life. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. വയോജനങ്ങൾ സമൂഹത്തിന് മുതൽക്കൂട്ടാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണമെന്നും മുൻ സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി ലിഡ ജേക്കബ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ദീർഘകാലത്തെ അനുഭവജ്ഞാനം കൊണ്ടും പരിചയസമ്പത്ത് കൊണ്ടും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് 60 വയസ്സിന് മുകളിലുള്ളവർ. എന്നാൽ ഇന്ന് ഇവർ വൈഷമ്യങ്ങൾ അനുഭവിക്കുകയാണ്. സമൂഹത്തിൽ ഇത്തരത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. സംഘടനയുടെ 3ാം ജില്ലാ സമ്മേളനം ഹോട്ടൽ ന്യൂ നളന്തയിൽ നടന്നു. മുൻ സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി ലിഡ ജേക്കബ് IAS ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾ സമൂഹത്തിന് മുതൽക്കൂട്ടാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവരും തയ്യാറാവണമെന്നും ലിഡ ജേക്കബ് പറഞ്ഞു. വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടേതാണ്. മറ്റെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ചെറുപ്പക്കാരാണ്. ഏതാണ്ട് 60-65%. ഇത് വലിയൊരു അഭിമാനമായിട്ടാണ് എല്ലാവരും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാം എടുത്തു കാണിക്കുന്നത്. അതൊരു വലിയൊരു അസറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മെപ്പോലുള്ളവർ സർക്കാരിനും സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും അസറ്റാണ്, മുതൽ മുടക്കാണ്. അത് പ്രയോജനകരമായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നന്നായി. സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് നാനാക്കൽ, ടി ദേവി തുടങ്ങിയവർ സംസാരിച്ചു. ജാനമ കുഞ്ഞുണ്ണി, പി കൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ, MP അശോകൻ, അമരവിള രാമകൃഷ്ണൻ നായർ, MA നാരായണൻ തുടങ്ങിയവർ സമ്മേളന പരിപാടികൾക്ക് നേതൃത്വം നൽകി. വായ്പ കാലാവധി അവസാനിക്കും മുൻപേ ലോൺ തുക തിരിച്ചടച്ചില്ലെന്ന കാരണത്താൽ നിർധന പട്ടികജാതി കുടുംബത്തിനെ വീടൊഴിപ്പിക്കുന്ന ബാങ്ക് നടപടിക്കെതിരെ പരാതി. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് കേരള സംസ്ഥാന കടം കടക്കെണി പീഡിതർ സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫറോക്ക് ഈസ്റ്റ് നല്ലൂർ സ്വദേശിയായ A. സുബ്രഹ്മണ്യനും ഭാര്യ ബിജുനുവുമാണ് യൂണിയൻ ബാങ്ക് ഫറോക്ക് ബ്രാഞ്ചിൽ നിന്നും PMRY പദ്ധതി പ്രകാരം വായ്പ എടുത്തത്. 3 ലക്ഷം രൂപയുടെ വായ്പ സബ്സിഡി തുക നൽകാതെ 2 ലക്ഷമാണ് കിട്ടിയത്. ലോൺ അനുവദിച്ചത് 5 വർഷത്തെ കാലാവധിയിലാണ് എന്നിരിക്കെ 1.5 വർഷമായിട്ടും സബ്സിഡി തുക അനുവദിക്കാതെ ലോണിന്റെ പേരിൽ വീടൊഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബാങ്ക് അധികാരികളെന്ന് സംസ്ഥാന കടം കടക്കെണി പീഡിതർ സംഘടനാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. മിനി പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് നടത്തിയിരിക്കുകയാണ്. നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സംഭവം ഇതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രമാത്രം ചീറ്റിംഗ് നടക്കപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ലോണിലേക്ക് 39,700 രൂപ തിരിച്ചടവ് നടത്തിയിട്ടുണ്ട്. തിരിച്ചടച്ച 39,700 രൂപയും 1 ലക്ഷം രൂപ സബ്സിഡി തുകയും ബിജുനയുടെ അക്കൗണ്ടിലുള്ളപ്പോൾ വീട് ഒഴിപ്പിക്കാനുള്ള ബാങ്കിന്റെ നടപടി അനീതിയാണെന്നും സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പുതിയ വിദ്യാർത്ഥികൾക്ക് ചരിത്രം പഠിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണെന്ന് K. മുരളീധരൻ MLA. സ്കൂളുകളിൽ ചരിത്ര പഠനം നിർബന്ധമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിയൻ വിചാരവേദി കേരള സമ്മേളന ഉദ്ഘാടനവും ഡോക്ടർ P. ഗോപിനാഥിനുള്ള ഗാന്ധി അവാർഡ് ദാനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയെ ഗാന്ധിയൻ ആദർശങ്ങളിലേക്ക് ആകർഷിക്കാൻ ചരിത്ര പഠനം നിർബന്ധമാക്കണമെന്ന് K. മുരളീധരൻ MLA. ഗാന്ധിയൻ വിചാരവേദി സംഘടിപ്പിച്ച സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വിഷയം പഠിക്കാമെന്നതിനാൽ ഭൂരിപക്ഷ പേരും ചരിത്ര പഠനം അവസാനിപ്പിക്കുകയാണ്. പുതിയ തലമുറ ചരിത്രം പഠിക്കാനും നമ്മുടെ പൈതൃകം അറിയാനും താല്പര്യമുള്ളവരാണെന്നതാണ് വസ്തുത. എന്നാൽ അതിനവർക്ക് അവസരം ലഭിക്കുന്നില്ല. പഴയ തലമുറയുടെ ത്യാഗങ്ങൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഗാന്ധിയൻ ആദർശങ്ങളായ മദ്യവർജനത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം ഏറിവരികയാണെന്നും മുരളീധരൻ പറഞ്ഞു.
ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഡോക്ടർ പി ഗോപിനാഥിനുള്ള പുരസ്കാരം കെ മുരളീധരൻ MLA സമ്മാനിച്ചു. അല്ലെങ്കിൽ ഒറിജിനൽ നിഷേധിക്കപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കുന്ന കുറെ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതുകൊണ്ടാണ് പ്രായോഗികമായിട്ട് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ മധ്യലോകിയുടെ ആളാണെന്ന് ഉത്തരവുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് അതിലേക്ക് ആളുകളെ പര്യാപ്തമാക്കണം. ഇപ്പൊ നമുക്കറിയാലോ, പട്ടാപ്പകൽ പണ്ട് കാലത്തൊക്കെ ഈ സിനിമ കൊണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന സമയത്ത് നോക്കുക. ഗാന്ധിയൻ വിചാരവേദി പ്രസിഡന്റ് UK ദാമോദരൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ MGS നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, PV ഗംഗാധരൻ, കൃഷ്ണ മൂസദ്, ഡോക്ടർ K മൊയ്തു, CE ചാക്കുണ്ണി, ഡോക്ടർ P ഗോപിനാഥൻ, EK ഗോപാലകൃഷ്ണൻ, പ്രൊഫസർ MC അലി, ബാലകൃഷ്ണൻ ബേപ്പൂർ, K ശിവശങ്കരൻ, K വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധിയന്മാരായ P വാസു, ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്, ബാലകൃഷ്ണൻ ശ്രീരഞ്ജിനി, മാന്നങ്ങോട്ട് കാനങ്ങാട്ട് മാധവൻ, MM സബാസ്റ്റ്യൻ, CD K വയലാർ, V ഖാദർ പാലുത്തുങ്കൽ, KV സുബ്രഹ്മണ്യൻ, VT ആലിക്കോയ, പൂളക്കൽ കുമാരൻ, തണൽ മുഹമ്മദ്, പരത്തുള്ളി രവീന്ദ്രൻ, ഇമ്പിച്ചി ഖാദിരി പാലാഴി, കുണ്ടുങ്ങൽ വാസു, MK ഗോപാലൻ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. സംസ്ഥാനത്തെ പൊതുരംഗത്തെ വിശിഷ്ട വ്യക്തിത്വത്തിനുള്ള KK രാഘവൻ സ്മാരക അവാർഡ് VM സുധീരൻ ഏറ്റുവാങ്ങി. പുരസ്കാരത്തിന്റെ ഭാഗമായി ലഭിച്ച 20,000 രൂപ പ്രളയത്തെ തുടർന്ന് ദുരിതം നേരിടുന്ന ജമ്മുകാശ്മീർ ജനതയ്ക്ക് നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കോൺഗ്രസും സോഷ്യലിസ്റ്റ് കക്ഷികളും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടത് പുതിയ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് കക്ഷികൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മതേതര പാർട്ടികൾക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുരംഗത്തെ വിശിഷ്ട വ്യക്തിത്വത്തിന് സോഷ്യലിസ്റ്റ് നേതാവ് KK രാഘവന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം വടകരയിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേരും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന സുധീര സാന്നിധ്യമാണ് VM സുധീരൻ എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. സ്മാരക സമിതി ചെയർമാൻ മനയത്ത് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. CK നാണു MLA സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. വർഗീസ് ജോർജ്, MK ഭാസ്കരൻ, AT ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. എരഞ്ഞിപ്പാലം മലബാർ കണ്ണാശുപത്രിയോടനുബന്ധിച്ചുള്ള മലബാർ കോളേജ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഈ വർഷത്തെ വേൾഡ് സൈറ്റ് ഡേ ഒക്ടോബർ 8 മുതൽ 12 വരെ വിവിധ പരിപാടികളോടെ നടത്തും. വേൾഡ് സൈറ്റ് ഡേ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയും അന്ധരുടെ ജീവിതം അടുത്തറിയാൻ സാധാരണ ജനങ്ങൾക്ക് അവസരം നൽകുന്ന ഇൻസൈറ്റ് ബിയോണ്ട് സൈറ്റ് പ്രദർശനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമജവും നിർവഹിക്കും. വേൾഡ് സൈറ്റ് ഡേ ആഘോഷത്തോടനുബന്ധിച്ച് നേത്രദാന ബോധവൽക്കരണ തെരുവ് നാടകം, നേത്രദാന ബോധവൽക്കരണ റാലി തുടങ്ങിയവയും സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ KP ജയചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനശ്വര കലാകാരി ശാന്താദേവിയുടെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് 24 ഫ്രെയിം ഫിലിം സൊസൈറ്റിയും ശാന്താദേവിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയ 2ാമത് 24 ഫ്രെയിം ശാന്താദേവി മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രശസ്തി പത്രവും ശില്പവും 3001 രൂപയുടെ പണക്കിഴിയും അടങ്ങുന്നതാണ് അവാർഡ്. നവംബർ 19 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് മേയർ പ്രൊഫസർ AK പ്രേമജം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RP മോൾ മൾട്ടിപ്ലക്സ് കൊലപാതകം, കസ്റ്റഡിയിലുള്ള പ്രതികൾ അറസ്റ്റിൽ, കൂട്ടുപ്രതികളെ തിരയുന്നു. കേരള ഗാന്ധി K കേളപ്പന്റെ 43ാമത് ചരമവാർഷികം, ജില്ലയിൽ അനുസ്മരണ പരിപാടികൾ. പട്ടികജാതി കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ അനുമതി നൽകാത്ത കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് നാസോ നേതൃത്വത്തിൽ മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, the king of footwears.